ഹലോ, എല്ലാവർക്കും ഷെറൂസ് ഗാലയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കൊരു ചൂടൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയല്ലോ. വെജ് ഫ്രൈഡ് റൈസ് ആണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരു 35 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാം. അതായത് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്കൊരു അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ട സാധനങ്ങള്: അരി, നമ്മുടെ നീളത്തിലുള്ള ബിരിയാണി അരിയില്ലേ, അതാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അത് 4 കപ്പുണ്ട്. അത് വെള്ളം ഒഴിച്ച് വെക്കുക. ഒരു 20 മിനിറ്റ് വെള്ളം ഒഴിച്ച് വെക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണ്ട പിന്നെ ക്യാരറ്റ് ആണ്. ക്യാരറ്റ് ഒരു 2-3 ക്യാരറ്റ്. ഇതിപ്പോ വലുതായതുകൊണ്ട് ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്. പച്ചമുളക് 2 ചെറുതായിട്ട് അരിഞ്ഞത്. അതിനകത്തെ കുരുവെല്ലാം എടുത്ത് കളഞ്ഞതാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളി 2 എണ്ണം മതി. അത് ഇതുപോലെ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ചെറുതായിട്ട് അരിയാം. പിന്നെ സോയാ സോസ് ഒരു 3/4 ടേബിൾ സ്പൂൺ ആണ് എടുത്തേക്കുന്നത് ഞാന്. പിന്നെ ചില്ലി സോസ് 1/2 ടേബിൾ സ്പൂൺ. വിനാഗിരി അത് ഒരു 1/2 ടേബിൾ സ്പൂൺ, അത്രയും മതിയാവും. പിന്നെ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് 1 ടീസ്പൂൺ 1/2 ടീസ്പൂൺ അത്രയാന്ന് വെച്ചാൽ. പിന്നെ നെയ്യ് ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ നമ്മള് വെള്ളം തിളപ്പിക്കുമ്പോൾ ഒഴിക്കാനും പിന്നെ കുറച്ച് കഷ്ണം സ്റ്റോട്ട് ചെയ്യാനായിട്ട്, അപ്പൊ ആവശ്യത്തിന്. പിന്നെ മല്ലിയില അത് അവസാനം ചേർക്കാനാണ്, അറിയാലോ, മല്ലിയില ആവശ്യത്തിന്. ഓക്കെ, അപ്പം ആദ്യം വെള്ളം അടുപ്പത്ത് തിളപ്പിക്കാൻ വയ്ക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ കുറച്ച് ഉപ്പ് അതിനകത്തേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പും എത്രയാന്ന് വെച്ചാൽ അതിടുക. കുറച്ചിട്ടാൽ മതി, കാരണം നമ്മള് റൈസ് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചേർക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചിട്ടാൽ മതി. അത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. എല്ലാവർക്കും അറിയാവുന്ന ടെക്നിക്സ് ആണ് ഇതൊക്കെ. അപ്പൊ അരി ഞാൻ അതിലേക്ക് ഇട്ടു. ഇനി ഒരു 15 മിനിറ്റ്സ് ഇത് നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് അരിയിടാവുള്ളൂ. അത് എന്നിട്ട് ഒരു 15 മിനിറ്റ്സ് വെച്ചാൽ മതി, അത് വെന്തോളും. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇടയ്ക്ക് അത് വെന്തോന്ന്. നമുക്ക് നിങ്ങൾ നോക്കുക. അപ്പൊ ഞാൻ അരി ഫുൾ ഇതിലേക്ക് ഇടുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ വെള്ളം കുതിർത്ത് വയ്ക്കാനുള്ള സമയം കൂടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ അധികം സമയം എടുക്കില്ല. അപ്പൊ ഇത് വെന്ത് കഴിഞ്ഞു. കറക്റ്റ് 15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തു. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇത് കറക്റ്റ് വെന്തെന്ന്. അതിന്റെ ആ പാകം ഒരുപാട് വെന്ത് കുഴയാൻ പാടില്ല. കണ്ടോ, ഇത് വെന്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഉരുളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. നല്ല ചോട് കട്ടിയുള്ള നല്ല പാത്രം എടുത്താലും മതി. ഉരുളിയാകുമ്പോൾ നമുക്ക് ഇളക്കം എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ട് കുറച്ച് വലിയ ഉരുളി എടുത്തേ ഉള്ളൂ. അതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നെയ്യാണ് ഒഴിക്കുന്നത്. ഒരു സ്വാദ് വരാൻ വേണ്ടിയിട്ടാണ്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ നെയ്യ് ഒഴിക്കുന്നത്. അപ്പം വേറൊരു നല്ല ടേസ്റ്റ് വരും ഈ ഫ്രൈഡ് റൈസിന്. അപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കൊടുത്തില്ല നമുക്ക് നെയ്യ് ഒഴിച്ചാൽ. അപ്പൊ ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സോയാ സോസും ചില്ലി സോസും ഒക്കെ കുറച്ച് അവസാനം ചേർത്താൽ മതി. പിന്നെ ഇതിന്റെ കൂടെ കൂട്ടാൻ ഞാൻ പനീറാണ് എടുത്തേക്കുന്നത്. പനീറിന്റെ വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവര് ഞാൻ അതിന് താഴെ ലിങ്ക് കൊടുക്കാം. അപ്പൊ അതും കൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഞാൻ നെയ്യ് ഒഴിക്കുകയാണ്.
ചൂടാക്കിയ നെയ്യ് ഒരു 2 ടേബിൾ സ്പൂൺ അത്രയും മതിയാവും. നെയ്യ് ഫുള്ള് ഉരുകി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാം. ഓക്കെ, ഞാൻ ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇല്ലേ, അതിങ്ങനെ ചെറുതായിട്ട് കുഞ്ഞതായിട്ട് അരിയാൻ പാടുള്ളൂ കേട്ടോ. അതിനകത്ത് ഉണ്ടോയെന്ന് പോലും നമുക്ക് അറിയാൻ പാടില്ല, അത്രയ്ക്ക് ചെറുതായിട്ട് വേണം അരിയാൻ. പിന്നെ അത് ഇതിനകത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കാൻ വേണം. പിന്നെ പച്ചമുളക്, അതും ചെറുതായിട്ട് അരിയുക. നമുക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാം കേട്ടോ. പിന്നെ സവാള ഇത് പറഞ്ഞ പോലെ 2 ഇതുപോലെ കുഞ്ഞതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ക്യാരറ്റ്. ഇനി ഇപ്പൊ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഇതാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോൾ ക്യാരറ്റും സവാളയും മാത്രമാണെങ്കിലും നമുക്ക് ആ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. ചില റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടണത് അല്ലേ. അപ്പം അതിൽ ആ സോയ സോസിൻ്റെയും ചില്ലി സോസിൻ്റെ ഒക്കെ ടേസ്റ്റ് ആണ് ഇതിനെ എന്താ പറയുക പെർഫെക്റ്റ് ഫ്രൈഡ് റൈസ് ആക്കുന്നത്. പിന്നെ വിനാഗിരി, വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച്. ഗ്രീൻ പീസ് ഇടും. അപ്പം ഇവിടെ ഹസ്ബൻഡിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല, ഇഷ്ടമുള്ളത് ഇടാം. ക്യാബേജ്, സ്പ്രിംഗ് ഒനിയൻ. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഒരു ചെറിയൊരു കടി കൊള്ളണ ആ രീതിയിലായിരിക്കും നല്ലത്. നമ്മളെ ഭയങ്കരമായിട്ട് വെന്ത് കുഴഞ്ഞ പച്ചക്കറി ഇതിന് നല്ലതല്ല. അപ്പം നന്നായിട്ട് ഉള്ളി വഴട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി കൂടെ ഉപ്പ് ചേർക്കുകയാണ്. നമുക്ക് ചോറ് ഇട്ട ശേഷം ഉപ്പ് ചേർത്താലും മതി കേട്ടോ. അപ്പൊ ഇതിന്റെ സെന്ററിൽ ഞാൻ കുറച്ച് സ്ഥലം ഉണ്ടാക്കിയിട്ട് നമ്മുടെ സോസുകളൊക്കെ ഒഴിക്കാൻ പോവാണ്. ഗ്രീൻ ചില്ലി സോസ് ഞാൻ പച്ചമുളക് കുറച്ചേ ഇട്ടുള്ളൂ, കാരണം ഞാൻ ഗ്രീൻ ചില്ലി സോസ് ഒഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പച്ചമുളക് കുറച്ചിട്ട കേട്ടോ. സോയ സോസ്, പിന്നെ വിനാഗിരി കുറച്ച് ഒഴിച്ചാൽ മതി, ഒരുപാട് ഒഴിക്കണ്ട. കണ്ടോ, ചിലവർ ഇതിന് പകരം നാരങ്ങ നീര് ഒഴിക്കുന്നവരുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. നാരങ്ങ നീരാണെങ്കിൽ ഓഫ് ചെയ്തിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ കളറൊക്കെ ആകെ മാറിയത് കണ്ട് നിങ്ങൾ പേടിക്കണ്ട. നമ്മുടെ റൈസും കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് പെർഫെക്റ്റ് കളറിൽ കിട്ടും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടെ കൂട്ടാൻ പനീർ ബട്ടർ മസാലയാണ് സൂപ്പർ. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ടാവും, നിങ്ങളത് എന്തായാലും കാണുക. ഓക്കെ, ഇതേ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചോറില്ലേ, കാരണം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. കണ്ടോ, ഒരു ചോറ് തമ്മിൽ കൂട്ടി പിടിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല എല്ലാം വേറെ വേറെ ആയിട്ട് കിട്ടി. കണ്ടോ, ഇത് ജസ്റ്റ് മിക്സ് ചെയ്യാം. കുരുമുളക് പൊടി ഇടുക, ഉപ്പ് നോക്കുക, ഉപ്പ് പാക ആണെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കുക. കണ്ടോ, കുരുമുളക് പൊടി ചേർക്കുക, അവസാനം മല്ലിയില ചേർക്കുക. തീർന്നു, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫ്രൈഡ് റൈസ് എന്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. ഇതിപ്പോ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് പോലും എനിക്ക് ഇത്ര സമയം എടുത്തുള്ളൂ. അപ്പൊ എന്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈസിയാണ്.
ഇതിൻ്റെ സൈഡിൽ നല്ലൊരു അടിപൊളി പനീർ ബട്ടർ മസാലയും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി. കണ്ടോ, ഇത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ഇടാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂട് കട്ടിയുള്ള പാത്രമാണെങ്കിൽ, കുറച്ച് വലിയ പാത്രമാണെങ്കിൽ നമുക്ക് ഇളക്കാൻ എളുപ്പമുണ്ടാവും. അപ്പം നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കുറച്ച് പനീറൊക്കെ കൂട്ടി നിങ്ങൾ കഴിച്ചു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. വേറൊരു വീഡിയോ നമുക്ക് പിന്നെ കാണാം.